അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചതിന് മഹാരാഷ്ട്ര സർക്കാരിനെതിരെ ഹർജി ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. 4 നിയമ വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മതേതരത്വത്തിനെതിരാണ് സർക്കാർ തീരുമാനമെന്നാണ് ഹർജിയിലെ ആരോപണം. അവധി പ്രഖ്യാപിച്ച പുതുച്ചേരി ജിപ്മർ ആശുപത്രിക്കെതിരായ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് അടിയന്തരമായി പരിഗണിക്കും. ഡൽഹി എയിംസ് ആശുപത്രിക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനവുമായി കപിൽ സിബൽ രംഗത്ത് വന്നിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചതും ചില സംസ്ഥാന സർക്കാരുകൾ അവധി പ്രഖ്യാപിച്ചതുമൊക്കെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾക്കിട വന്നിരിക്കുന്നു. ചില ഹർജികൾ ഇന്ന് വിവിധ കോടതികളിൽ പരിഗണനയ്ക്ക് എത്തുകയാണല്ലോ. എന്താണ് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് BJP അധികാരത്തിലിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ പൂർണ്ണമായ അവധി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ അവധി നൽകിയതിനെ ചോദ്യം ചെയ്താണ് 4 നിയമ വിദ്യാർത്ഥികൾ ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചടങ്ങുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് ഭരണഘടന നിർദ്ദേശിക്കുന്ന മതേതരത്വത്തിന് എതിരാണ്. സംസ്ഥാനം അത്തരമൊരു തീരുമാനമെടുത്തത് മതേതരത്വത്തിന് എതിരായിക്കൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ള കാര്യമാണ്. ഒപ്പം ഈ അടിയന്തരമായി വാദം കേൾക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബോംബെ ഹൈക്കോടതി ജസ്റ്റിസുമാരായ GS കുൽക്കർണിയും നീല ഗോഖലെയും അടങ്ങുന്ന ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഇന്ന് 10:30 ഈ കേസ് എടുക്കുവാനായിട്ട്, ഈ ഹർജി പരിഗണിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 1968 ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.